ചിത്ര, ഇതെന്തൊരിപ്പ എന്റെ കുട്ടി. നീ കോഫിയെങ്കിലും ഒന്ന് കഴിക്കേ. എന്താ ഇത്? ധൈര്യത്തെ പറ്റി എന്നോട് എപ്പോഴും സംസാരിക്കാറുള്ള നീയാണോ ഇങ്ങനെ നെർവസ് ആകുന്നത്? എന്നെ സഹായിക്കാൻ ആരുമില്ല സർ. എനിക്ക് എങ്ങനെയെങ്കിലും കിരണിനെ രക്ഷിച്ചേ പറ്റൂ. അതത്ര എളുപ്പമല്ല. ഹോട്ടലിലെ സെക്യൂരിറ്റി റൂമിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ ടേപ്പിൽ കിരൺ മർഡർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് പോലീസ് റിപ്പോർട്ട്. സപ്ലിമെന്ററി എവിഡൻസ് ആയിട്ട് കോടതിയെ സ്വീകരിക്കും. അത് നുണയാണ്. ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അതെനിക്കും നിനക്കും മാത്രം അറിയാവുന്ന സത്യം. പക്ഷെ തെളിവുകൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് വേറൊരു വഴിക്കാ ഞാൻ ചിന്തിക്കുന്നത്. കൊല്ലപ്പെട്ട അനിത കുൽക്കർണിയും ഡൽഹിയിലെ ചില VIP-കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട്. പോലീസിന്റെ നിസ്സഹകരണവും മറ്റും ആരോ ഇതിൽ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കഴിയുമെങ്കിൽ പത്രത്തിലൂടെ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവന്നുകൂടെ? ഞാൻ എന്താ ചെയ്യേണ്ടത് സാറ് പറയൂ. പ്രതീക്ഷ വയ്ക്കണം. ഇനിയും ഒരു ചാൻസ് മുന്നിലുണ്ടാവുമെന്ന പ്രതീക്ഷ. അപ്പോഴേ നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവും. ആദ്യം നീ ഒന്ന് ഫ്രഷ് ആവ്, എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞു തരാം. എഴുന്നേക്ക്. നിങ്ങളോട് ഇനി മറുപടി പറയാൻ എനിക്ക് അശേഷം താല്പര്യമില്ല. അതുകൊണ്ട് ലെറ്റ് us stop here. അപ്പോ സൂസന്ന ജോണിനെ നീ സംശയിക്കുന്നു? തീർച്ചയായും സാർ. അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കിരൺ ആണ് കൾപ്രിറ്റ് എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ തോന്നി എനിക്ക്. പുരാന ദില്ലിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ സൂസന്ന ജോൺ, വാട്ടർ ഗേറ്റിന്റെ ഇടനിലക്കാരൻ ശ്യാം കൗശിക്, അനിതയുടെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകരായ പൊളിറ്റീഷ്യൻസ്, ഇവർക്കെല്ലാം മേലെ ഒരാളുണ്ടായിക്കൂടെ? ഐ മീൻ എ പവർഫുൾ ഡേഞ്ചറസ് മാൻ യെറ്റ് ടു ബി അൺവീൽഡ്. അതാരായാലും നാളെ ഈ മാറ്ററുകൾ സീരിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യാതിരിക്കില്ല, തീർച്ച. അതെ, ആ കുട്ടീനെ എന്ത് ചെയ്യാനാ ഭാവം? എന്ത് ചെയ്യാൻ? ബോധം തെളിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിടണം. അതിന് ബോധം തെളിഞ്ഞാലല്ലേ പറഞ്ഞു വിടാൻ പറ്റൂ. ബോധം തെളിഞ്ഞില്ലെങ്കിലോ? കാര്യമായ പരിക്കൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അധികം താമസിയാതെ ബോധം തെളിയും. നേരം വെളുക്കാറായി. ഏതായാലും പണിക്കൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ മുറി തന്നെ ഉണ്ടാവണം. ആര്? ഞാനോ? അതെന്താ നിങ്ങളെന്നാ ശരിയാവൂലേ? ഒരു ശരികേടുമില്ല. അവസാനം ഞാൻ തന്നെ വേണല്ലോ അതൊക്കെ ഏറ്റെടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ പുറത്ത്? അതുപോരാ, താൻ ആ മുറി തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എന്നൊന്ന് വിളിച്ചാ പോരെ? അല്ലെങ്കിൽ പീറ്ററില്ലേ? ഇവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആൾ എങ്ങനെ വിളിക്കുന്നേ? അതെങ്ങനെ വിളിക്കണമെന്ന് എന്റെ ബോധം മുമ്പ് സാറിന് മനസ്സിലാവും. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കും. താൻ ആ മുറി തന്നെ ഉണ്ടാവണം. ആ മുറി വിട്ട് പുറത്ത് പോകാനേ പാടില്ല. പിന്നെ പറഞ്ഞത് കേട്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവണം. എടാ പീറ്റർ മോനെ, എന്താ ഒന്നുകൂടെ വന്നേ. നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചോടന്ന് വളർത്ത് വലുതാക്കിയത് ഞാനും കൂടെ കുഴിട്ടാ. അത് നീ മറക്കണ്ട. നീ ഓഫീസിലെ വലിയ ആളാണ്, ഞാൻ വീട്ടിലെ വലിയ ആളാ. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മാണിക്കോത്ത് കുഞ്ഞകൃഷ്ണ പണിക്കരെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി. തിരിച്ചു വിളിക്കാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ നിനക്കത് വേണ്ടേ? സാർ സാർ സാർ, എന്റെ സാറേ തെളിഞ്ഞു, ബോധം തെളിഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിലും ഭേദം അവൾക്ക് ബോധം തെളിയായിരിക്കും നല്ലത്. അവള് മലയാളിയാ. മലയാളി? അത് മാത്രമല്ല, നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരം. നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അത് സാറ് തന്നെ അവളോട് ചോദിക്കും. ഇത് ആരുടെ വീടാ? ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കുക. ഇനിയും പ്രകടനം കാഴ്ചവെക്കാനാണ് പറയണം. ഇത് ആരുടെ വീടാണ്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ആരുടെ വീടാണ്? സതീശൻ എന്ന് പറയുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളൊക്കെ ആരാണ്, ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത്? അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എങ്കിൽ പറയാം. ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് KM മേനൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിഗേഡിയർ KM മേനൻ. അദ്ദേഹത്തിന്റെ ഒറ്റ മോനായി ഇദ്ദേഹം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പഠിച്ചൊക്കെ അങ്ങ് ഡൽഹിയിലാ.
സ്വന്തക്കാരെന്ന് പറയാൻ വകയിൽ ഒരു പെങ്ങളും ഭർത്താവും നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വഭാവം, അതിനെപ്പറ്റി പറയാതിരിക്കാനല്ലോ. ഓരോ നേരത്തെ ഓരോ സ്വഭാവം. പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും, രാത്രി ആയ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കൂട്ടും ബഹളും. പിന്നെ വല്ലപ്പോഴും ഒരു തല്ല്. ഈ തല്ലെന്ന് വെച്ചാൽ നല്ല ഉഗ്രം തല്ല. ചുരുക്കി പറഞ്ഞാ പറന്ന് പറന്നങ്ങനെ നടക്കണ ഒരു അത്ഭുത ജീവി. റിയൻ കമ്പനിയുടെ ഫയലിംഗ് എടുക്കും. യെസ്, പ്രിയാറിയൻ കമ്പ്യൂട്ടേഴ്സ്. സതീശേട്ടൻ ഞാനാ. ബാഗിന്റെ കാര്യം അന്വേഷിച്ചു. റെന്റേ കാറിന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി. ഡു വൺ തിങ്, അത് ജം സർവീസിന്റെ കാറാണ്. അവർക്ക് മെഡ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസുണ്ട്. രണ്ടിടത്തും ബാങ്ക് ട്രൈ. ഇപ്പൊ മനസ്സിലായല്ലോ മേനോൻ സാർ ആരാണെന്ന്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ. ഹലോ, അല്ല, ആ കാറുകാരെ തപ്പിപ്പോയ ബാഗ് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ സാറേ? ഹലോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞാൻ ഇവിടുന്ന് വെറുതെ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ ബാഗ്